ഹലോ. അപ്പോൾ മക്കളെ, നമ്മുടെ സോഷ്യോളജിയിലെ ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി എന്ന് പറയുന്ന പേപ്പറാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഇതില് ഫസ്റ്റ് യൂണിറ്റ് ആണ് നമ്മൾ ഇന്ന് തുടങ്ങുന്നത്, തിങ്കിങ് സോഷ്യോളജിക്കലി. അപ്പൊ ഇതിൽ മെയിനായിട്ടും വരുന്നത് രണ്ട് സോഷ്യോളജിസ്റ്റുമാരുടെ കുറച്ച് കോൺസെപ്റ്റുകളാണ് ഇതിൽ മെൻഷൻ ചെയ്യുന്നത്. ഒരാള് സി റൈറ്റ് മിൽസും അതുപോലെ ഒരാള് സിഗ്മണ്ട് ബോമാനുമാണ്. അപ്പൊ ഇവര് രണ്ടുപേരുടെയും കുറച്ച് കോൺസെപ്റ്റുകളും അതുപോലെ അവരെങ്ങനെ സോഷ്യോളജിനെ നോക്കിക്കാണുന്നു, സൊസൈറ്റിയിൽ എത്രത്തോളം സോഷ്യോളജിക്ക് റോൾ ഉണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് ഡീപ്പായിട്ട് പറയുന്ന ഒരു ചാപ്റ്ററാണിത്. പിന്നെ ഇതിൽ സി റൈറ്റ് മിൽസിന്റെ എന്താ ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഷ്യൽ ഇമാജിനേഷൻ, അതുപോലെ ഹിസ്റ്ററിക്കും വാല്യൂസിനൊക്കെ നമ്മുടെ സോഷ്യൽ ലൈഫിൽ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നല്ലൊരു റോൾ ഉണ്ടെന്നും, അതുപോലെ സിഗ്മണ്ട് ബോമാന് അദ്ദേഹം പറയുന്നത് എല്ലാത്തിന്റെയും കീ എന്ന് പറഞ്ഞാൽ പവറാണ്. പവർ ഉണ്ടെങ്കിൽ അതാണ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നമ്മുടെ സോഷ്യൽ ലൈഫിൽ, അല്ലെങ്കിൽ സൊസൈറ്റീനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതും സോഷ്യൽ ചേഞ്ചസ് ഉണ്ടാക്കുന്നതും ഒക്കെ ഈ പവർ ആണെന്നാണ് ഈ സിഗ്മണ്ട് ബോമാന് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഫസ്റ്റ് നമുക്ക് ഈ ഫസ്റ്റ് പേജിൽ കാണാൻ പറ്റുന്നുണ്ടാവും നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പം എന്തിനാണ് നമ്മൾ ഈ സോഷ്യോളജി പഠിക്കുന്നത് എന്നുള്ളതിന്റെ ലക്ഷ്യം, ഒബ്ജക്റ്റീവ്സ് ആണ്. അപ്പൊ അതിലെ 4 പോയിന്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ പറയുന്നത് എന്താണ്, സോഷ്യോളജിക്കൽ മെത്തേഡ്സിലൂടെ എങ്ങനെ സൊസൈറ്റിനെ കുറിച്ച് പഠിക്കാം, അതാണ് ഫസ്റ്റ് വൺ. അതായത് സോഷ്യോളജിക്കൽ മെത്തേഡ് ആസ് ദേ ആർ യൂസ്ഡ് ടു ഒബ്സർവ്, ഇന്റർപ്രറ്റ് ആൻഡ് വാലിഡേറ്റ് ഡാറ്റ അബൌട്ട് സൊസൈറ്റി. അങ്ങനെ പറഞ്ഞാൽ നമ്മളെങ്ങനെ സോഷ്യോളജിക്കൽ മെത്തേഡ്സ് യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ സോഷ്യൽ ഒരു ഫിനോമിനൻസിനെ കുറിച്ച് പഠിക്കാം, സൊസൈറ്റിയിലുള്ള സോഷ്യൽ ഫിനോമിനൻസിനെ കുറിച്ചൊക്കെ എങ്ങനെ പഠിക്കാം ഈ സോഷ്യോളജിക്കൽ മെത്തേഡ്സ് ഉപയോഗിച്ചുകൊണ്ട്. അപ്പൊ ഒന്നതാണ് ഒരു ഒബ്ജക്റ്റീവ് ആയിട്ട് വരുന്നത്. രണ്ടാമത്തേത് പിന്നെ സോഷ്യോളജിക്കൽ വേ ഓഫ് ലുക്കിംഗ് അറ്റ് റിയാലിറ്റി ഓഫ് എവരിഡേ ലൈഫ്. അതായത് ഇപ്പം നമ്മുടെ ഡെയിലി ലൈഫിൽ, ദൈനംദിന ലൈഫിൽ സോഷ്യോളജിക്കൽ എന്തുണ്ട്, നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട്. അപ്പൊ അതിനെ കുറിച്ച് പഠിക്കാനും, അതുപോലെ മേജർ കോൺസെപ്റ്റ് ഓഫ് സോഷ്യോളജി. ഇപ്പൊ സോഷ്യോളജിയിലുള്ള കുറച്ച് കോൺസെപ്റ്റുകൾ നമ്മൾ പറഞ്ഞു, ഈ രണ്ടു പേരുടെ കുറച്ച് കോൺസെപ്റ്റുകൾ ഇതിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതും, അതുപോലെ സോഷ്യോളജി ആൻഡ് അതർ ഡിസിപ്ലിൻസും, ഈ 4 കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ പഠിക്കാൻ പോകുന്നത്. അപ്പം ഇനി നമുക്ക് ഇൻട്രൊഡക്ഷൻ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും PDF ഫസ്റ്റ് പേജ്. അപ്പോൾ ഇൻട്രൊഡക്ഷനിൽ പറയുന്നത് ഈ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതായത് സോഷ്യോളജി എന്ന് പറയുമ്പോൾ അത് എന്തിനെ കുറിച്ചുള്ള സ്റ്റഡി ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലേ? സൊസൈറ്റിയെ കുറിച്ചും സോഷ്യൽ ഹ്യൂമൻ ബീങ്സിനെ കുറിച്ചും സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചും അതുപോലെ സോഷ്യൽ ചേഞ്ചസ്, സോഷ്യൽ സ്ട്രക്ചേഴ്സ്, ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെയുള്ള സ്റ്റഡിയാണ് എന്ത്, സോഷ്യോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം നമ്മൾ എന്താണ്, നമ്മൾ ഈ സൊസൈറ്റിയിൽ ഉൾപ്പെടുന്ന ഒരു വ്യക്തിയാണ്, അല്ലെ? അപ്പൊ നമുക്ക് ഒരു റോൾ ഉണ്ട് ഇവിടെ സൊസൈറ്റിയിൽ. അപ്പോൾ എങ്ങനെ ഈ സോഷ്യോളജി നമ്മളെയൊക്കെ നോക്കിക്കാണുന്നു, അതല്ലെങ്കിൽ നമ്മളെ എത്രത്തോളം ഈ ഒരു സൊസൈറ്റി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് നമ്മളെ ഈ ഡെയിലി ലൈഫിലായാലും, അതുപോലെ നമ്മുടെ ഒരു സൊസൈറ്റിയിൽ തന്നെ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയാലും ഫാമിലി ആയാലും ഒക്കെ എങ്ങനെ ഈ സൊസൈറ്റി നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതൊക്കെയാണ് ഈ ഒരു സോഷ്യോളജി എന്ന് പറഞ്ഞ സബ്ജക്ട് പഠിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇൻട്രൊഡക്ഷൻ. അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ റീഡ് ചെയ്യുക. ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അതിൽ പറയുന്നത്. അതായത് ഇപ്പൊ സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. നമ്മളെ എവരിഡേ ലൈഫിൽ നമുക്ക് ഇങ്ങനെ ഒബ്സർവ് ചെയ്യാം, ഇന്റർപ്രറ്റ് ചെയ്യാം, സോഷ്യോളജിസ്റ്റുമാര് അതാണ് പറയുന്നത്. പിന്നെ അതുപോലെ നമ്മുടെ ഈ 2 പേര്, സിഗ്മണ്ട് ബൂമാനും അതുപോലെ സി റൈറ്റ് മിൽസും, അപ്പം ഇവര് രണ്ടുപേരുടെയും കുറച്ച് കാര്യങ്ങൾ ജനറൽ ആയിട്ടൊന്ന് ഇൻട്രൊഡക്ഷനിൽ ജസ്റ്റ് പറയാണ് ചെയ്യുന്നത്. ഈ സിഗ്മണ്ട് ബൂമാൻ പറഞ്ഞിട്ടുള്ള എന്താണ്, വ്യൂ പവർ ആസ് എ കീ ഡ്രൈവർ ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ്. സാമൂഹിക ബന്ധങ്ങളുടെ ഒരു കീ ഡ്രൈവറാണ് എന്ത്, പവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ഈ പവറാണ് എന്ത്, കീ ഡ്രൈവർ നമ്മുടെ ഒരു സാമൂഹിക ബന്ധത്തിൽ. പവർ ഉണ്ടെങ്കിൽ എന്താണ്, ആ പവർ നമ്മളെ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ലൈഫിൽ, അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിൽ തന്നെ പവർ ഉണ്ടെങ്കിൽ എന്താണ്, അത് നന്നായിട്ട് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നുണ്ടെന്നാണ് ഇദ്ദേഹം പറയുന്നത്. പിന്നെ നെക്സ്റ്റ് നമ്മുടെ ഈ റൈറ്റ് മിൽസ് പറയുന്ന കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അദ്ദേഹം പറയുന്നത് നമ്മുടെ ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് ആണ് അദ്ദേഹത്തിന്റെ ഒരു സോഷ്യൽ ഇമാജിനേഷൻ എന്ന് പറഞ്ഞിട്ട്. പിന്നെ അതിന്റെ കൂടെ തന്നെ അദ്ദേഹം പറയുന്നത് ഹിസ്റ്ററിക്കും അതുപോലെ നമ്മുടെ വാല്യൂസിനൊക്കെ നമ്മുടെ ലൈഫിൽ എന്തുണ്ട്, പങ്കുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി എല്ലാവരും നെക്സ്റ്റ് പേജ് നമ്പർ ഒന്ന് നോക്കട്ടോ. പേജ് നമ്പർ 2 ഒന്ന് ജസ്റ്റ് നോക്കാം. അപ്പം ആദ്യം ഇവരെ കുറിച്ചിട്ടാണ് ഈ പറയുന്നത്.
പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സോഷ്യോളജിക്കൽ മെത്തേഡ്സ്. ഇനി നമുക്ക് ഇൻട്രൊഡക്ഷൻ അവിടെ ഒഴിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ഈ കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, സോഷ്യോളജിക്കൽ മെത്തേഡ്സ്. കാരണം ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ ഒരുപാട് കുറച്ച് വരുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് സ്പീഡിൽ പോവേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് കണ്ടന്റുകൾ മാത്രം നമ്മൾ പറഞ്ഞു പോകും. നിങ്ങൾ നോട്ട്സ് ഈ ഒരു PDF എന്തായാലും നിങ്ങളൊന്ന് നോക്കിയിട്ട് മാർക്ക് ചെയ്തു വെക്കട്ടോ. അപ്പം ഞാൻ പറയുന്ന കാര്യങ്ങളും നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ലെക്ചർ നോട്ടോ അങ്ങനെ എന്തെങ്കിലും ജസ്റ്റ് പോയിന്റ്സുകളെങ്കിലും ഒന്ന് എഴുതി വെക്കുക. ജസ്റ്റ് അതൊന്ന് നോക്കുമ്പോഴും അതുപോലെ ഈ ഒരു PDF വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്നുകൂടി കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. അപ്പോൾ ഈസിലി ആയിട്ട് നമുക്ക് എന്താ പറയുക, ആക്സസ് ആവും ഈ കാര്യങ്ങളെല്ലാം. അപ്പം ഇനി പറയുന്നത് സോഷ്യോളജിക്കൽ മെത്തേഡ്സ് ആണ്. സോഷ്യോളജിക്കൽ മെത്തേഡ്സിൽ ഞാൻ റീഡ് ചെയ്യുന്നില്ല. ജസ്റ്റ് ആ ഫസ്റ്റ് ഒരു നിങ്ങൾ കണ്ടിട്ടുള്ള ഫസ്റ്റ് ലൈനിൽ മിൽസിന്റെ കോൺസെപ്റ്റ് ആയിട്ടുള്ള അബ്സ്ട്രാക്റ്റഡ് എംപിരിസിസം എന്ന് പറഞ്ഞിട്ട്. അപ്പം എന്താണ് അബ്സ്ട്രാക്ട് എംപിരിസിസം, അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് അബ്സ്ട്രാക്ട് എംപിരിസിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഏതൊരു ഫിനോമിനൻസിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിലും, ഏതൊരു സോഷ്യൽ ആയിക്കൊള്ളട്ടെ, എനി വൺ എന്തിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിലും അല്ലെ, സയന്റിഫിക്കലി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ശരിക്കും ഒരു കാര്യത്തെ കുറിച്ച് ഡീപ്പായി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ഡാറ്റകളെ കളക്ട് ചെയ്യും അല്ലെ. കളക്ട് ചെയ്തതിന് ശേഷം നമ്മൾ അതിനെ പിന്നെ അനലൈസ് ചെയ്യും, പിന്നെ കോഡിഫൈ ചെയ്യും, സ്കാലിംഗ് ചെയ്യും. ഇങ്ങനെയുള്ള പ്രോസസ് ഒക്കെ എല്ലാം ഉണ്ട്. അവസാനം നമ്മൾ ഹൈപ്പോത്തസിസ് ചെയ്യുക, റിസൾട്ടിലേക്ക് എത്തുക, ഈ പ്രോബ്ലം സൊല്യൂഷൻ അല്ലെ. അങ്ങനെ ഒരു സംഭവം കറക്റ്റ് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട്. അപ്പം സോഷ്യോളജിയിലും എന്താണെന്ന് പറയുന്നത്, ഈ ഒരു അബ്സ്ട്രാക്റ്റഡ് എംപിരിസിസം എന്ന് പറയുന്ന ഈ മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. റൈറ്റ് മിൽസും ഇത് തന്നെയാണ് പറയുന്നത്. നമ്മൾ എങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, സോഷ്യോളജിയിലും സ്റ്റഡീസ് ഒക്കെ നടത്തുന്നത് ഇതുപോലെ തന്നെയാണ്. ഡാറ്റകളെ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ശേഖരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ അതിനെ അനലൈസ് ചെയ്യുക അല്ലെ, പിന്നീട് കോഡിഫൈ ചെയ്യുക. ഇങ്ങനെ കുറെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പുകൾ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് ചെയ്യാൻ പറ്റുന്നത്, നമുക്കൊരു റിസൾട്ടിലോട്ട് എത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം, അതാണ് ഈ അബ്സ്ട്രാക്ട് എംപിരിസിസം എന്ന് പറഞ്ഞാൽ. ഇതിന് ഫിലോസഫി ഓഫ് സയൻസ് എന്നും പറയാറുണ്ട്. അതായത് എന്താന്ന് വെച്ചപ്പം സയൻസിന്റെ ഫിലോസഫി എന്ന് പറയുമ്പോൾ നമ്മളെ മറ്റുള്ള സബ്ജക്റ്റ് ആയാലൊക്കെ ഈ ഒരു മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സോഷ്യോളജിയിൽ മാത്രമല്ല ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്, ഈ ഒരു അബ്സ്ട്രാക്ട് എംപിരിസിസം. ഇത് മറ്റ് സബ്ജക്റ്റിലൊക്കെ ഈ ഒരു അബ്സ്ട്രാക്ട് എംപിരിസിസം മെത്തേഡ് യൂസ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നുണ്ട്, ദിസ് ഈസ് മച്ച് ആക്സെപ്റ്റഡ് സ്റ്റൈൽ വിച്ച് ഈസ് ritualistically adapted by almost everyone. The set rules of collecting data, analyzing them, codifying them, scaling them, and above all, the manner in which these data are manipulated is done an unconsciously set pattern. For example, most studies involving the collection and analysis of public opinion look into the accept. അപ്പം ഇതിൽ പറയുന്നുണ്ട് അല്ലെ, ഈ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഡാറ്റകളെ കളക്ട് ചെയ്യുന്നതും അനലൈസ് ചെയ്യുന്നതും ഒക്കെ. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യം തന്നെയാണ് ആ ഒരു ഫസ്റ്റ് പാരഗ്രാഫിൽ വരുന്നത്. പിന്നെ പോയിന്റ്സ് മാത്രം കേട്ടോ നമ്മൾ പറഞ്ഞു പോകുന്നത്. അപ്പം പിന്നെ പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതില് വേറൊരാളുടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല. പാരഗ്രാഫിൽ സെക്കൻഡ് പാരഗ്രാഫിൽ ഉണ്ടെന്നാണ് തോന്നുന്നത്. ഒരു മിനിറ്റ്. നമ്മുടെ ഒരു പോൾ എന്ന് പറഞ്ഞിട്ടുള്ള ആളുണ്ട്. അപ്പൊ മൂപ്പരും പറഞ്ഞിട്ടുള്ള എന്താന്ന് വെച്ചാൽ, അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സോഷ്യോളജിയിൽ ഇങ്ങനെ തന്നെയാണ് പഠിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം കുറെ പേര് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു സംഭവത്തെ, അതായത് ഈ ഒരു അബ്സ്ട്രാക്ട് എംപിരിസിസത്തെ കുറിച്ച് പറയുന്നുണ്ട്, ഈ ഒരു രീതിയിലൂടെ തന്നെയാണ് പഠിക്കാന്നുള്ളത്. പക്ഷെ ചില ആൾക്കാരൊക്കെ എന്തും പറയുന്നത്, ഈ അബ്സ്ട്രാക്ട് എംപിരിസിസം മാത്രമായിട്ട് പഠിച്ചിട്ട് എന്ത് ചെയ്തിട്ട് കാര്യമില്ല, സോഷ്യോളജിയിൽ കാര്യമില്ല, അതിനപ്പുറത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. അതായത് ഇപ്പം മെത്തേഡ്സ് മാത്രം യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ കളക്ട് ചെയ്യുക, ഡാറ്റനെ ഈ പറയുന്ന അനലൈസ് ചെയ്യുക മാത്രം ചെയ്തിട്ട് കാര്യമില്ല, അതിനപ്പുറത്തേക്ക് ഡീപ്പായിട്ട് നമ്മൾ തന്നെ സ്വയം കണ്ടെത്തി പഠിക്കണമെന്നും ചില ആൾക്കാർ പറയുന്നുണ്ട്. അപ്പോൾ ഈ അബ്സ്ട്രാക്ട് എംപിരിസിസം മാത്രമല്ല വേണ്ടത് എന്നും ചില തിയറിസ്റ്റുമാരൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ എമിലി ദുർക്കിയും പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിന്റെ ഒരു ബുക്ക് ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്, റൂൾസ് ഓഫ് സോഷ്യോളജിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പം അതിൽ അദ്ദേഹം പറയുന്നത് സോഷ്യൽ ഫാക്ട്സിനെ കുറിച്ചാണ് പറയുന്നത്. സോഷ്യൽ ഫാക്ട്സിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ബുക്ക് അതാണ്, റൂൾസ് ഓഫ് സോഷ്യോളജിക്കൽ മെത്തേഡ്. ഇദ്ദേഹം ഒരു സോഷ്യോളജിസ്റ്റ് തന്നെയാണ്. അപ്പം ഇദ്ദേഹമൊക്കെ ഈ ഒരു അബ്സ്ട്രാക്ട് എംപിരിസിസത്തെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്.
നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും പേജ് നമ്പർ 3 സെക്കൻഡ് ലാസ്റ്റ് ആയിട്ടുള്ള ഒരു പാരഗ്രാഫിൽ എമിലി ദുർക്കിം ഇൻ ഹിസ് ക്ലാസിക് വർക്ക് ദി റൂൾസ് ഓഫ് ദി സോഷ്യോളജിക്കൽ മെത്തേഡ് ഹാഡ് സെഡ് ദാറ്റ് സോഷ്യൽ ഫാക്ട് ഷുഡ് ബി എക്സ്പ്ലെയിൻഡ് ബൈ അതർ സോഷ്യൽ ഫാക്ട്സ് ദാറ്റ്സ് thus putting the psychological and philosophical as beyond the scope of the sociological method. അതേ സോഷ്യൽ ഫാക്ട്സ് എന്ന് പറയുമ്പം നമ്മുടെ ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കൾച്ചർ, അതുപോലെ വാല്യൂസ്. അപ്പം ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാണ്, പരസ്പരം കണക്ട് ചെയ്തിട്ട് പഠിച്ചിട്ടേ കാര്യമുള്ളൂ, അല്ലെങ്കിൽ കണക്ട് ചെയ്യുമ്പോൾ മാത്രമേ അതിനൊരു മീനിങ് കിട്ടത്തുള്ളൂ എന്നാണ് ആര് പറയുന്നത്, നമ്മുടെ എമിലി ദുർക്കിം പറയുന്നത്. അദ്ദേഹം പറയുന്നത് സോഷ്യൽ ഫാക്ട്സിനെയാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പൊ ഈ സോഷ്യൽ ഫാക്ട്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ, നമ്മുടെ സൊസൈറ്റിയിൽ കൾച്ചർ ഉണ്ട്, വാല്യൂസ് ഉണ്ട്, നോംസ് ഉണ്ട്, ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഒരു ഫാക്ടിനെ മാത്രം എടുത്തു പഠിച്ചിട്ട് കാര്യമില്ല. പകരം നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ഫാക്ടിന്റെ കൂടെ തന്നെ തൊട്ടപ്പുറത്ത് എനി അതർ വൺ, വേറൊരെണ്ണം, ഇപ്പൊ ഈ പറയുന്ന പോലെ എക്സാമ്പിൾ കൾച്ചർ പ്ലസ് വാല്യൂ. അപ്പം ഇങ്ങനെ എടുത്തുകാണ്ട് പഠിക്കുകയാണെങ്കിൽ ആ ഒരു സോഷ്യൽ ഫാക്ട്സിന് എന്തുണ്ട്, അപ്പൊ ഒരു രണ്ട് ഫാക്ട്സ് ആണ് നമ്മൾ അവിടെ എടുത്ത് പഠിക്കുന്നത് കണക്ട് ചെയ്തിട്ട്. അപ്പൊ ഒന്നുകൂടി അതിന്റെ മീനിങ് കിട്ടണമെങ്കിൽ അങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് എമിലി ദുർക്കിം പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളതാണ് സോഷ്യോളജി ഇൻ എവരിഡേ ലൈഫ്. 1.3 എഴുതിയിട്ട് സോഷ്യോളജി ഇൻ എവരിഡേ ലൈഫ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും പേജ് നമ്പർ 3. അപ്പം ഇതില് ഫസ്റ്റ് പറയുന്നത് എന്താ വെച്ചാല്, മിൽസ് പറയുന്ന കൺസെപ്റ്റ് ഉണ്ട് അദ്ദേഹത്തിന്റെ, ദ പ്രോമിസ് റിലേറ്റഡ് ദി ട്രാപ്പ് that people find themselves unable to get rid of life circumstance. People are caught in the vicious circle of mundane, ordinary, everyday living, which are affected by circumstance beyond their control, but which they fail to comprehend. അപ്പം ഒരു വലിയൊരു പാരഗ്രാഫാണ്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ട്രാപ്പ്, ദ പ്രോമിസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പൊ അതിനെ ട്രാപ്പുമായിട്ട് അദ്ദേഹം റിലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ട്രാപ്പിനെ പറ്റി ഇയാളും പറയുന്നുണ്ട് കേട്ടോ, സി റൈറ്റ് മിൽസ് ആണ് പറയുന്നത്. അപ്പം സമൂഹത്തിൽ ഉണ്ടാകുന്ന എല്ലാ മാറ്റങ്ങളും എന്ത് ചെയ്യുന്നു, വ്യക്തികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതായത് നമ്മുടെ സൊസൈറ്റിയിലുള്ള എല്ലാ വ്യക്തികളെയും എന്ത് ചെയ്യുന്നുണ്ട്, സോഷ്യൽ ചേഞ്ചസ് എഫക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പം എന്ത് ചെയ്യും, ഇപ്പൊ നമുക്കറിയാം, നമ്മളൊരു ഗ്രൂപ്പിൽ മെമ്പർ ആണെങ്കിൽ, അല്ലെങ്കിൽ എന്താ പറയാ, നമ്മളിപ്പോ ഒരു ഫാമിലിയിലാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന സോഷ്യൽ ചേഞ്ചസ്, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന സോഷ്യൽ ചേഞ്ചസ്, അതൊക്കെ നമ്മളെയും കൂടി ഇൻഫ്ലുവൻസ് ചെയ്യും, നമ്മളെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യും അല്ലെ. സൊസൈറ്റിയിൽ നമ്മൾ പെരുമാറുന്നത് പോലെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യത ഉള്ളതാണ് ഈ കാര്യങ്ങളൊക്കെ. പക്ഷെ മനുഷ്യൻ എന്ത് ചെയ്യുന്നു, മനുഷ്യർക്ക് എക്സ്റ്റേണൽ ഫോഴ്സസ് ആണ് ഈ മാറ്റത്തേക്ക് നിർണ്ണയിക്കുന്നത് അല്ലെ. നമ്മൾ വിചാരിക്കും ഇതൊന്നും അല്ല എന്നുള്ളത്, പക്ഷെ എന്ത് ചെയ്യാറുണ്ട്, പുറത്തുനിന്നുള്ള പല കാര്യങ്ങളും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഒരു ഗ്രൂപ്പിൽ അംഗമാണെങ്കിൽ തന്നെ ആ ഗ്രൂപ്പിലുള്ള കുറച്ച് പേര് വേറൊരു ബിഹേവിയേഴ്സ് ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ബിഹേവിയർ അല്ല വേറൊരു ബിഹേവിയർ ആണെങ്കിൽ, നമ്മൾ അവരുടെ കൂടെ കുറച്ചു കാലം ജീവിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറച്ചു കാലം നമ്മളിങ്ങനെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, ചിലപ്പോൾ അവരുടെ ഒരു ആശയങ്ങൾ, അല്ലെങ്കിൽ അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ, ഒപ്പീനിയൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളെയും ഇൻഫ്ലുവൻസ് ചെയ്യും അല്ലേ. അപ്പം അതുപോലെ സൊസൈറ്റിയിലെ മറ്റ് ചേഞ്ചസും, ഓരോ ചേഞ്ചസും നമ്മളെയും കൂടി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. എക്സ്റ്റേണൽ ഫോഴ്സസ് ഒക്കെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് ഈ ഒരു പ്രോമിസ് അല്ലെങ്കിൽ ഒരു ട്രാപ്പ് എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റിലൂടെ സി റൈറ്റ് മിൽസ് നമ്മളോട് പറയുന്നത്. പിന്നെ ഇദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഹിസ്റ്ററി, ചരിത്രത്തിനും എന്തുണ്ട് ഇതിൽ കാണാൻ പറ്റുന്നുണ്ടാവും. Thus, the sociological imagination is constructed out of historical circumstances and values that are received. Thus, the Americans remain unaware of how they impact other societies. ഇപ്പം അദ്ദേഹം സെക്കൻഡ് പാരഗ്രാഫിലൂടെ ഉദ്ദേശിക്കുന്നതാണ്, നമ്മളെ ചരിത്രത്തിന് എന്തുണ്ട്, വളരെ വലിയൊരു പ്രാധാന്യമുണ്ട് നമ്മുടെ ഡെയിലി ലൈഫിൽ. അതായത് ഇപ്പം ഒരാളെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ, ചിലപ്പം ആ ഒരാളുടെ പാസ്റ്റ്, കഴിഞ്ഞു പോയ കാലം എടുത്തുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യുന്നത്, അതും കൂടി നമ്മൾ നോക്കണം. അപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കുറെ മുമ്പ് ചിലപ്പോൾ ഒരു വ്യക്തിക്ക് വേറെ ബിഹേവിയർ ആയിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ ഒരു ചരിത്രം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ, ചിലപ്പോൾ അദ്ദേഹത്തിന് വളരെ ബിഹേവിയറിനെ എഫക്ട് ചെയ്യുന്ന വല്ല സംഭവ വികാസങ്ങളും ഉണ്ടായിട്ടുണ്ടാവാം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എപ്പോഴും ഒരാളെ പ്രെഡിക്റ്റ് ചെയ്യാൻ പാടില്ല. പകരം അവരെ എന്തൊരു സോഷ്യൽ ഫിനോമിനൻസിനെ കുറിച്ചായാലും നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഒരു ഹിസ്റ്ററി വരെ നോക്കണം, നമ്മൾ ഹിസ്റ്ററിക്ക് വരെ പ്രാധാന്യം ഉണ്ട് എന്നാണ് പറയുന്നത്.
അതുപോലെ ഇദ്ദേഹം മെയിനായിട്ടും പറയുന്ന ഇദ്ദേഹത്തിന്റെ ഒരു കോൺസെപ്റ്റ് ആട്ടോ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. അതായത് എങ്ങനെ നമ്മൾ നോക്കി കാണുന്നു എന്നുള്ളത് സൊസൈറ്റീനെ. സി റൈറ്റ് മിൽസിന്റെ ഏറ്റവും വലിയൊരു കോൺസെപ്റ്റാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. എങ്ങനെയാണ് സോഷ്യോളജിസ്റ്റുമാരൊക്കെ നോക്കി കാണേണ്ടത് സൊസൈറ്റീനെ, അതായത് ഇന്റേണലും എക്സ്റ്റേണലും ആയിട്ടുള്ള ഫോഴ്സസ് ഒക്കെ അല്ലെ നോക്കി കാണണം. അപ്പം അതുപോലെ കമ്പാരിറ്റീവ് മെത്തേഡ്സിലൂടെ വേണം നമ്മൾ നോക്കിക്കാണാൻ. ഒരിക്കലും നമ്മൾ ജഡ്ജ് ചെയ്യാൻ പാടില്ല, പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും നമ്മൾ പാടില്ല. പകരം നമ്മൾ ഈ ഹിസ്റ്ററി, ഒരാളുടെ ഹിസ്റ്ററി ഒക്കെ എടുത്ത് നോക്കണം. ഹിസ്റ്ററി ഒക്കെ നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ആ ഒരു കാര്യത്തെ നമ്മൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ പാടുള്ളൂ. അല്ലാതെ നമുക്കറിയാം അല്ലെ, നമ്മളെ ഇവിടുത്തെ പ്രത്യേകിച്ചും നമ്മളെ ഈ ഒരു സൊസൈറ്റീന്റെ ഒക്കെ ഒരു ബേസ് എന്താന്ന് വെച്ചാൽ, എന്തൊരു പ്രശ്നം ഒരു പ്രോബ്ലം ഉണ്ടായാലും നമ്മൾ ആ അപ്പോഴത്തെ ആ ഒരു സ്പോട്ടിൽ എന്താണ് നടക്കുന്നത് നമ്മൾ അത് വെച്ചുകൊണ്ട് നമ്മൾ ഒരാളെ ജഡ്ജ് ചെയ്യും, പ്രെഡിക്റ്റ് ചെയ്യും. പിന്നെ എനിവൺ അപ്പോ ഒരു അഭിപ്രായം ഒരാൾ പറയുകയാണെങ്കിൽ തന്നെ നമ്മളപ്പോ നമ്മൾ എന്ത് ചെയ്യും, അയാളെ ജഡ്ജ് ചെയ്യാറുണ്ടല്ലേ. പക്ഷെ അയാളുടെ ഹിസ്റ്ററി കൂടി എടുത്ത് നോക്കിയിട്ട് വേണം. അപ്പൊ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മുടെ അതേ സിറ്റുവേഷനുള്ള ഒരാള്, ഇപ്പം അയാളുടെ പെയിന് നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. കാരണം നമ്മുടെ അതേ സിറ്റുവേഷൻ ആണ് അയാൾക്ക്. ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം ചെറുപ്പത്തിലെ ഇപ്പോ എന്താ പറയാ വളരെ അനാഥരായിട്ട് വളർന്ന ആരെങ്കിലും അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പാസ്റ്റ്, അദ്ദേഹത്തിന്റെ ഒരു ബിഹേവിയർ ഒക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് വേറൊരാളെ വെച്ച് നോക്കുമ്പോഴും ആ ഒരു ബിഹേവിയർ ഇവിടെയും കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അവരുടെ ഹിസ്റ്ററിക്ക് ഒരു പ്രാധാന്യം നമ്മൾ ഇവിടെ കൊടുക്കണം അല്ലെ. അപ്പോൾ അങ്ങനെ ഒരു സംഭവത്തിന് ഇദ്ദേഹം വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഹിസ്റ്ററിക്ക്, വാല്യൂസിനൊക്കെ നമ്മുടെ സി റൈറ്റ് മിൽസ് പ്രാധാന്യം കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. പാസ്റ്റിനെ എപ്പോഴും ലിങ്ക് ചെയ്യണം എന്നാണ് പറയുന്നത്. അതായത് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ ഹിസ്റ്ററിനെ എപ്പോഴും ഒരു വ്യക്തിനെ പഠിക്കാൻ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, വ്യക്തിനെ പോട്ടെ, വ്യക്തിയുടെ ഒരു ബിഹേവിയർ ആയാലും എന്തായാലും സോഷ്യൽ റിലേഷൻഷിപ്പ് ആയാലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, അയാളുടെ പാസ്റ്റ് കൂടി എടുക്കണം. ഈ പറയുന്ന ഹിസ്റ്ററി കൂടി നമ്മൾ എടുത്തിട്ട് കണക്ട് ചെയ്ത് ലിങ്ക് ചെയ്തിട്ട് വേണം പഠിക്കാൻ എന്നാണ് പറയുന്നത്. പിന്നെ ഇദ്ദേഹം പറയുന്നത് സോഷ്യോളജിസ്റ്റുമാർ എന്ന് പറയുമ്പോൾ അവരുടെ ഒരു എബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു വ്യക്തിയെ മനസ്സിലാക്കുമ്പോൾ തന്നെ മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം, പാസ്റ്റും കൂടി മനസ്സിലാക്കണം. അങ്ങനെയുള്ളവരാവണം നല്ലൊരു സോഷ്യോളജിസ്റ്റുമാർ എന്നും കൂടി ഇദ്ദേഹം പറയുന്നത്. സോഷ്യോളജിസ്റ്റുമാർ ആകുമ്പോൾ അങ്ങനെയാണ് വേണ്ടത്, അല്ലാതെ ജസ്റ്റ് കണ്ട് പ്രെഡിക്റ്റ് ചെയ്യുക, ജഡ്ജ് ചെയ്യുക അങ്ങനെയല്ല വേണ്ടത്. ഒരു സോഷ്യോളജിസ്റ്റ് ആകുമ്പോൾ അവരുടെ എബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വ്യക്തിയെ പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ അവരുടെ പാസ്റ്റ് കൂടി എടുത്തിട്ട് നോക്കിയിട്ടൊക്കെ വേണം പഠിക്കാൻ. അതുപോലെ ചരിത്രം, ഈ ഹിസ്റ്ററിയും പ്രസന്റ് സർക്കംസ്റ്റൻസും ഒക്കെ വെച്ചുകൊണ്ടാണ് എന്ത്, ഈ സോഷ്യൽ ഫിനോമിനൻസിനെ കുറിച്ചൊക്കെ അനലൈസ് ചെയ്യേണ്ടത്. ഏതൊരു സോഷ്യൽ ഫിനോമിനൻസിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിലും അനലൈസ് ചെയ്യുകയാണെങ്കിലും എന്ത് വേണം, ഈ ഹിസ്റ്ററിയും പ്രസന്റ് സർക്കംസ്റ്റൻസും കൂടി വെച്ചുകൊണ്ട് വേണം പഠിക്കാൻ. ഒരിക്കലും പ്രസന്റിനെ മാത്രം എടുത്തു നോക്കിയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ പഠിക്കാൻ പാടില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. പിന്നെ ഇദ്ദേഹം പറയുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരാളുടെ പേർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു പ്രോബ്ലത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ മൊത്തത്തിലുള്ള ചുറ്റുപാടിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത്. അതായത് ഇപ്പം സോഷ്യോളജിസ്റ്റുമാർ പഠിക്കുകയാണെങ്കിൽ തന്നെ ഓരോ വ്യക്തികൾക്കും എന്തുണ്ടാവും, പേഴ്സണൽ ഇഷ്യൂസും ട്രബിൾസും ഒക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ ഒരാളുടെ പെർട്ടിക്കുലർ പ്രോബ്ലത്തിനെ വെച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിലും അങ്ങനെ പഠിക്കുമ്പോൾ മൊത്തത്തിലുള്ള ചുറ്റുപാടിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നും ഇദ്ദേഹം പറയുന്നുണ്ട്. ആര്, നമ്മുടെ സി റൈറ്റ് മിൽസ്. ഇതൊക്കെ പറയുന്നത് നമ്മുടെ സി റൈറ്റ് മിൽസ് ആണ് കേട്ടോ. അദ്ദേഹം പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇനിയിപ്പം നിങ്ങൾക്ക് എക്സാമ്പിൾ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ സ്ത്രീധനത്തിന്റെ കാര്യം എടുക്കാം. സ്ത്രീധനത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇപ്പം ഒരു കുട്ടീനെ കല്യാണം കഴിക്കുമ്പോൾ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നമ്മള് നമ്മള് വീണ്ടും നമ്മള് സെർച്ച് ചെയ്യണം, അന്വേഷിക്കണത്. അപ്പോ അപ്പുറത്ത് ഒരു കുട്ടിയുണ്ട്, അപ്പൊ ആ കുട്ടിക്ക് ഈ ഒരു പ്രോബ്ലം ഉണ്ടോ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട്. അപ്പൊ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു 10 4 5 പേർക്ക് ആ ഒരു പ്രശ്നം ഉണ്ടായേക്കാം. അപ്പൊ അതൊരു സാമൂഹിക തലമായി ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ ആണ് അല്ലെ, സോഷ്യലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണത്. അപ്പൊ ഒരു വ്യക്തിന്റെ ഒരു പെർട്ടിക്കുലർ പ്രോബ്ലത്തിനെ എടുത്ത് നമ്മൾ പഠിക്കുമ്പോൾ തന്നെ അത് നമ്മളെ മൊത്തത്തിലുള്ള ചുറ്റുപാടിനെ കുറിച്ചും നമുക്ക് മനസ്സിലാക്കാൻ അതിലൂടെ പറ്റുമെന്നും ആര് പറയുന്നുണ്ട്, നമ്മുടെ സി റൈറ്റ് മിൽസ് പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും പേജ് നമ്പർ 4
നമ്മുടെ ബോമാൻ പറഞ്ഞിട്ടുള്ളത്, അദ്ദേഹത്തിന്റെ ഒരു ബുക്ക് പറയുന്നത് വൺ സെൽഫ് വിത്ത് അതേഴ്സ് ഇൻ എവറിഡേ ലൈഫ്. അദ്ദേഹത്തിന്റെ എഴുതിയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പം അതിലൂടെ അദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മള് ഫ്രീ ആണോ അല്ലേ എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത് എന്താണ്, നമ്മുടെ ചോയ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. The experience of being free or unfree are something that we all wish to solve. It continues to remain an enigma to almost all. The aspect of choices attached to the experience of being free or unfree links one to the ability to ഡിസൈഡ്. അതായത് നമ്മൾ ഫ്രീ ആണോ അല്ലേന്നൊക്കെ തീരുമാനിക്കുന്നത് നമ്മുടെ ചോയ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതുപോലെ സോഷ്യൽ റിലേഷൻഷിപ്പിനെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ, അല്ലെങ്കിൽ സാമൂഹിക ബന്ധങ്ങളെ മനസ്സിലാക്കണമെങ്കിലൊക്കെ നമ്മുടെ പേഴ്സണൽ വാല്യൂസും കോൺസെപ്റ്റും എക്സ്റ്റേണൽ കോൺസെപ്റ്റും ഒക്കെ കണക്ട് ആകുമ്പോൾ എന്തുണ്ട്, സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ടെന്നും ഇദ്ദേഹം പറയുന്നുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. കുറച്ച് സ്പീഡിൽ പറഞ്ഞു പോകട്ടോ, സമയം അരമണിക്കൂർ കൂടിയേ ഉള്ളൂ. അപ്പം ഇനി സോഷ്യോളജിക്കൽ കോൺസെപ്റ്റ് ആണ്. ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾ ഇങ്ങനെ ജസ്റ്റ് നോക്കി പോവാം. ഹെഡിങ് ഇങ്ങനെ പറയും, ഞാൻ താഴെയുള്ളത് പാരഗ്രാഫിന്റെ മീനിങ് പറയും കേട്ടോ. സോഷ്യോളജിക്കൽ കോൺസെപ്റ്റ് ഫസ്റ്റ്, അതായത് സൊസൈറ്റിയിൽ എന്നിട്ട് കുറച്ച് കോൺസെപ്റ്റുകളുണ്ട്. മെയിൻ ആയിട്ട് സോഷ്യോളജിയിൽ വരുന്ന ഒരു 2-3 കോൺസെപ്റ്റുകളാണ് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും പറയുന്നുണ്ടാവും. ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലേ, എന്താണ്, നമ്മളൊക്കെ ഒരു ഗ്രൂപ്പിൽ അല്ലെങ്കിൽ മറ്റൊരു ഗ്രൂപ്പിൽ പെട്ടവരാണ് അല്ലേ. അപ്പം ചില ഗ്രൂപ്പുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനും പറ്റും, അതുപോലെ നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യാനും പറ്റും. അങ്ങനെയുള്ള ഗ്രൂപ്പുകൾ ഉണ്ട് അല്ലേ, നമുക്കൊക്കെ അറിയാം. Individuals cannot function outside of the group as they are born in one and are a social human because of it. The very process of being human is provided by the group that gives both identity and the means of existence through socialization. അപ്പം ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ്. ചില സമയത്തൊക്കെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനും ഡീമോട്ടിവേറ്റ് ചെയ്യാനും ഈ ഗ്രൂപ്പുകൾക്ക് പറ്റും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമുക്കൊരു എന്താ പറയാ, നമ്മൾ ഈ ഗ്രൂപ്പിൽ നിൽക്കുമ്പോഴാണ് നമ്മളൊരു സാമൂഹിക ജീവി ആവുന്നത്. ഇതേ ഗ്രൂപ്പുകൾക്ക് നമ്മളെ ലിമിറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ഒക്കെ പറ്റുന്നുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഫാമിലി തന്നെ എടുക്കാം. ഫാമിലി ഒരു ഗ്രൂപ്പാണല്ലോ, നമ്മളൊക്കെ ആ ഒരു ഗ്രൂപ്പിൽ പെടുന്നവരാണ് അല്ലെ. അപ്പം ഫാമിലിക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനും പറ്റും ഫാമിലിന്റെ അകത്തുള്ളവർക്ക്. അതുപോലെ നമ്മളെ ഡിമോട്ടിവേറ്റ് ചെയ്യാനും നമ്മളെ കൺട്രോൾ ചെയ്യാനും നമ്മളെ നോംസിനും വാല്യൂസിനെ കുറിച്ച് പറഞ്ഞു തരാനും ലിമിറ്റേഷനും എല്ലാത്തിനും ഫാമിലിക്ക് പറ്റുന്നുണ്ട് അല്ലെ. അപ്പൊ ഇതാണ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാല്. നെക്സ്റ്റ് വൺ സോഷ്യലൈസേഷൻ. സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ സാമൂഹികവൽക്കരണം. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അതായത് നമ്മളിപ്പം ദ ഗ്രൂപ്പ് സോഷ്യലൈസസ് ദ സെൽഫ് സോ ആസ് ടു ബി capable of living in society. It helps the individual to cope up with pressure and behavior. The primary socializing agents enables the individuals to develop the self's intentions, and socializing agents enable the individual to develop the self intention and expectation to choose the significant others from the many who came his or her away. അതായത് സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന പ്രോസസ്സിന്, നമ്മളിപ്പോ ജീവിക്കുന്നത് എങ്ങനെയാണ്, നമ്മളൊരു സൊസൈറ്റിയിൽ എന്താ പറയാ ഇൻക്ലൂഡ് ആവുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പൊ നമ്മൾ ആദ്യമേ ജനിച്ചു വീഴുന്നത് നമ്മളൊരു ഫാമിലിയിൽ നിന്നാണ് അല്ലെ. ഫാമിലിയിൽ നിന്ന് നമ്മൾ പഠിക്കുന്നുണ്ട് എങ്ങനെ ബിഹേവ് ചെയ്യണം അല്ലെ. ഒരു ഇൻഡിവിജ്വൽ ആയിരിക്കും, നമ്മൾ എങ്ങനെ കോപ്പപ്പ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളെ പഠിപ്പിച്ചു തരുന്ന ആരാണ്, നമ്മളെ ഫാമിലി തന്നെയാണ് പഠിപ്പിച്ചു തരുന്നത് അല്ലെ. നമ്മളെ ജനിച്ചു വീഴുന്ന ആ ഒരു എൻവയോൺമെന്റാണ് നമ്മൾ എല്ലാ കാര്യങ്ങളെയും പഠിപ്പിച്ചിരുന്നത്. അപ്പൊ നമ്മളൊരു ബയോളജിക്കൽ ഹ്യൂമൺ ആയി മാറുന്നത്, നമ്മളൊരു സോഷ്യൽ ബീങ് ആയി മാറുന്നുണ്ട് അല്ലെ. ജനിച്ചൊരു കുട്ടി ഇപ്പം അത് വലുതായി വരുവോളം ആ കുട്ടി പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ് അല്ലെ, സൊസൈറ്റിയുമായിട്ട് കോപ്പപ്പ് ചെയ്യാണ്. അപ്പം അതാണ് സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതിൽ തന്നെ ഇപ്പം എന്താ പറയുക, റെഫറൻസ് ഗ്രൂപ്പ്, നോർമാറ്റീവ് റെഫറൻസ് ഗ്രൂപ്പ്, അതുപോലെ കമ്പാരിറ്റീവ് റെഫറൻസ് ഗ്രൂപ്പ്, സെക്കൻഡറി സോഷ്യലൈസേഷൻ റെഫറൻസ് ഗ്രൂപ്പ്, ഇങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പം ഈ ഗ്രൂപ്പുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട് എന്ന് പറയാം. റെഫറൻസ് ഗ്രൂപ്പിൽ നമുക്കിപ്പോൾ നമ്മളെ ഫാമിലിനെ ഒക്കെ ഉൾപ്പെടുത്താം. അതുപോലെ നോർമാറ്റീവ് റെഫറൻസ് ഗ്രൂപ്പിൽ ഇപ്പൊ നമ്മുടെ വാല്യൂസും ബിലീഫ്സിനും ഒക്കെ എന്ത് ചെയ്യുന്ന, റിലീജിയനൊക്കെ നല്ല ഇതുണ്ടല്ലോ. ഇപ്പൊ റിലീജിയനൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട് അല്ലെ. പണ്ട് കാലത്തൊക്കെ എസ്പെഷ്യലി കൂടുതലായിരുന്നു അല്ലെ. ഇപ്പൊ കുറെയൊക്കെ ഒരു ചേഞ്ച് ഇങ്ങനെ വരുന്നുണ്ട്. അതുപോലെ കമ്പാരിറ്റീവ് റെഫറൻസ് ഗ്രൂപ്പ്, ഇപ്പം നമ്മൾ എക്സാമ്പിൾ പറയുന്നത് ഫിലിം സ്റ്റാർസ്, അതുപോലെ സൊസൈറ്റിയിൽ നല്ലൊരു ഹൈ പൊസിഷനിൽ നിൽക്കുന്നവരെ വെച്ച് നോക്കുമ്പോൾ നമുക്കിങ്ങനെ നമുക്ക് ഇമിറ്റേഷൻ ചെയ്യാൻ തോന്നാറുണ്ട് അല്ലെ. അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യണം അവരെ വെച്ച് കാണാൻ, അങ്ങനെ ഇമിറ്റേഷൻ ചെയ്യും. അപ്പൊ ഇതൊക്കെ ഓരോ ഗ്രൂപ്പുകൾ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിന് ഒരു എക്സാമ്പിൾ ആണ്. റെഫറൻസ് ഗ്രൂപ്പ്, നോർമാറ്റീവ് റെഫറൻസ് ഗ്രൂപ്പ്, കമ്പാരിറ്റീവ് റെഫറൻസ് ഗ്രൂപ്പ്,
സെക്കൻഡറി സോഷ്യലൈസേഷൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫാമിലി അല്ലാത്തത് സെക്കൻഡറി ആയിട്ടുള്ളത്, ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ആവട്ടെ, വർക്ക് ചെയ്യുന്ന സ്ഥാപനം, അപ്പം അവിടെ ഉള്ളവരും നമ്മളെ ആ ഒരു ഗ്രൂപ്പ് നമ്മളെ എന്ത് ചെയ്യാറുണ്ട്, നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത് അല്ലെ. നമുക്ക് സോഷ്യൽ ചേഞ്ചസ് ഉണ്ടാക്കാനും നമ്മൾ മോട്ടിവേറ്റ് ചെയ്യാനും ഒക്കെ ഈ ഒരു ഗ്രൂപ്പുകൾക്കും സാധിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ പറയുന്നതാണ് ഇൻ ഗ്രൂപ്പ് ഔട്ട് ഗ്രൂപ്പ്. ഇൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതിൽ കൊടുത്തിട്ടുണ്ട് അല്ലെ, ആൻ ഇൻഡിവിജ്വൽ ഈസ് ദി പ്രോഡക്റ്റ് ഓഫ് കോൺട്രിബ്യൂഷൻ മെനി പീപ്പിൾ നോൺ ആസ് അൺനോൺ ഹൂസ് ഇൻഫ്ലുവൻസ് ഗോ ഇൻ ദി മേക്കിംഗ് ഓഫ് ദി പേഴ്സൺ. ഇപ്പം ഇൻ ഗ്രൂപ്പ് എന്ന് പറയുമ്പം എന്റെ ഫാമിലി നമ്മൾ ഉൾക്കൊള്ളുന്നത് എന്റെ ഫാമിലി ആവുമ്പോൾ അല്ലെ, നമ്മൾ ഉൾപ്പെടുന്നതാകുമ്പോൾ നമ്മൾ എന്ത് പറയും, ഇൻ ഗ്രൂപ്പ്. അതാണ് ഇൻ ഗ്രൂപ്പ്. അതുപോലെ എന്റെ റിലീജിയൻ നമ്മൾ പറയാറുണ്ട്, ഇത് എന്റെ റിലീജിയൻ എന്നൊക്കെ. അപ്പം എന്റെ ഫാമിലിയാണ് എന്റെ റിലീജിയൻ എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഇൻ ഗ്രൂപ്പാണ് അല്ലെ. ഇതൊക്കെ സോഷ്യോളജിയിലുള്ള കൺസെപ്റ്റിൽ പെടുന്ന കേട്ടോ. ഇൻ ഗ്രൂപ്പ്, ഔട്ട് ഗ്രൂപ്പ്, സോഷ്യലൈസേഷൻ ഗ്രൂപ്പ്, ഇതൊക്കെ മേജർ കോൺസെപ്റ്റുകളാണ് സോഷ്യോളജിയിലുള്ള. അതുപോലെ ഔട്ട് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആണ്, വേറെ ഒന്നുമല്ല. ഇപ്പോൾ പുറത്ത് വേറൊരു ഫാമിലി ആകുമ്പോൾ നമ്മൾ നമ്മുടെ ഫാമിലിയാന്ന് പറയോ, ഇല്ല. അത് അത് ആ ഫാമിലിയാണ്, അല്ലെങ്കിൽ അത് അപ്പുറത്തുള്ള അത് വേറെ ഏതോ ഫാമിലിയാണ്, അല്ലെങ്കിൽ അത് മറ്റേ റിലീജിയൻ ആണ്. അപ്പൊ നമ്മൾ അങ്ങനെ വ്യത്യാസം കാണിക്കാറുണ്ട്. അപ്പൊ അത് ഔട്ട് ഗ്രൂപ്പാണ്, ഇൻ ഗ്രൂപ്പ്. ഇനിയിപ്പം ഇതൊന്നും അല്ലെങ്കിൽ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ പഠിക്കുന്ന സ്ഥാപനമാണെങ്കിൽ നമ്മൾ പറയും എന്റെ സ്ഥാപനം, അല്ലെങ്കിൽ ഞാൻ പഠിക്കുന്ന സ്ഥാപനമാണ് അല്ലെ, എന്റെ കോളേജിലെ കുട്ടിയാണ്, അല്ലെങ്കിൽ എന്റെ കൂടെയുള്ള കുട്ടിയാണെന്ന് പറയാറുണ്ട്. പക്ഷെ വേറൊരു യൂണിഫോം ഇട്ടൊരു കുട്ടി പോകുമ്പോൾ നമ്മൾ പറയും അത് എന്റെ കോളേജിലുള്ള, അത് അപ്പുറത്തെ കോളേജിലുള്ളതാണ് അല്ലെ. അപ്പോൾ അത് തന്നെയാണ് ഈ ഇൻ ഗ്രൂപ്പ് ഔട്ട് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ആ ഒരു വ്യത്യാസം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നതാണ് തോന്നുന്നത്. പിന്നെ പേജ് നമ്പർ 6 പറയുന്നത് സ്ട്രേഞ്ചർ. ഹെഡിങ് ആട്ടോ ഞാൻ വായിച്ചു പോകുന്നത്. സ്ട്രേഞ്ചർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, ഒരു ഗ്രൂപ്പിൽ അറിയാത്ത ആളുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് പറയും, അവർ സ്ട്രേഞ്ചേഴ്സ് എന്ന് പറയും അല്ലെ. ഇന്ന് സൊസൈറ്റിയിൽ ഇപ്പൊ നമ്മൾ കൂടുതലും കേൾക്കുന്നതും കാണുന്നതുമാണ് സ്ട്രേഞ്ചേഴ്സിന്റെ ഒരു ഇത്, സൊസൈറ്റിയിലുള്ള ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം ഓരോ ഗ്രൂപ്പിലുള്ളിലും എന്തുണ്ട്, സ്ട്രേഞ്ചേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്കറിയാത്തവര് അല്ലെങ്കിൽ അൺഫെമിലിയർ ആയിട്ടുള്ള പേഴ്സണെയാണ് നമ്മൾ സ്ട്രേഞ്ചർ എന്ന് പറയുന്നത്. ടുഗദർ അപ്പാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പാർട്ട് എന്ന് പറഞ്ഞാൽ വേറൊന്നല്ല, വ്യക്തിപരമായ ആശയങ്ങളിലൊക്കെ വ്യത്യാസം വരുമ്പോൾ നമ്മൾ മാറി നിൽക്കും. അതാണ് അപ്പാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുപോലെ നമ്മുടെ ഒരു ഫ്രണ്ട് സർക്കിളിൽ നിൽക്കുമ്പോൾ നമ്മൾ ഒരുമിച്ച് നിൽക്കും, ടുഗദർ ആയിട്ട് നിൽക്കാറുണ്ടല്ലോ. അപ്പം അതാണ് ടുഗദർ അപ്പാർട്ട് എന്ന് പറഞ്ഞാൽ. നമ്മുടെ ആശയങ്ങളിൽ വ്യത്യാസം വരുമ്പോൾ നമ്മൾ അവിടുന്ന് മെല്ലെ മൂവ് ചെയ്ത് മാറും അല്ലെ. അപ്പൊ അതാണ് അപ്പാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി നെക്സ്റ്റ് ഹെഡിങ് സോഷ്യോളജി ആൻഡ് അതർ ഡിസിപ്ലിൻസ് എന്ന് പറയുന്നത് അല്ലേ. അതില് മിൽസ് പറയുന്ന ടൈപ്പ് ഓഫ് പ്രാക്ടിക്കാലിറ്റി ആൻഡ് ദി ബ്യൂറോക്രാറ്റിക് ഇത്തോസ് എന്ന് പറയുന്നുണ്ട്. അല്ലേ. അപ്പൊ നമ്മുടെ മിൽസ് പറഞ്ഞിട്ടുള്ള കുറച്ച് ടേമുകളാണ് ഇനി പറയാൻ പോകുന്നത്. അദ്ദേഹം പ്രാക്ടിക്കാലിറ്റി ആൻഡ് ദി ബ്യൂറോക്രാറ്റിക് എത്തോസ്, അപ്പം ഈ കാര്യങ്ങളെ കുറിച്ചും ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സോഷ്യോളജി എന്ന് പറയുമ്പോൾ സോഷ്യോളജിനെ കുറിച്ച് നമ്മൾ പറഞ്ഞ പോലെ നമ്മളിങ്ങനെ ഡാറ്റ കളക്ട് ചെയ്ത് അനലൈസ് ചെയ്തൊക്കെ പഠിക്കുന്നുണ്ട്. പക്ഷെ ഒബ്ജക്റ്റീവ്സ് എല്ലാം ഉണ്ട്. പക്ഷെ എന്താണ്, ഒബ്ജക്റ്റീവ് ടൈപ്പാണ് നമ്മുടെ സോഷ്യോളജി എന്നാണ് ഇദ്ദേഹം പറയുന്നത്. വസ്തുനിഷ്ഠമാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതുപോലെ നമ്മൾ സൊസൈറ്റിയിലെ ഇഷ്യൂസിനെ കുറിച്ച് പഠിക്കുമ്പോൾ അവിടെ എന്ത് വരാൻ സാധ്യതയുണ്ട്, നമ്മുടെ ബയാസിസ് അല്ലെ. ഇതിലുണ്ട് പാരഗ്രാഫ്, ഇപ്പൊ പേജ് നമ്പർ 7 സെക്കൻഡ് പാരഗ്രാഫ്. സോഷ്യൽ ഇഷ്യൂസ് ബിക്കം റിയലി pertinent to be studied only when they are studied without any conflict of values, a position that is almost impossible to achieve as most people carry unconscious biases that are themselves may not be aware of. Instead of solution to problems, one may be led into the intellectual power jostless.
അതായത് ഇദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സൊസൈറ്റിനെ ഇഷ്യൂസിനെ കുറിച്ച് പഠിക്കുമ്പോൾ അവിടെ നമ്മുടെ ബയാസിസും നമ്മുടെ ജഡ്ജ്മെന്റും അതിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊരു പ്രോബ്ലം തന്നെയാണ് അല്ലെ. ഇപ്പൊ നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമ്മുടെ ഒപ്പീനിയൻസിനെ മാറ്റി നിർത്തിയിട്ട് വേണം സോഷ്യോളജിയിൽ പഠിക്കാൻ എന്നാണ് ഇദ്ദേഹം പറയുന്നത്. നിങ്ങൾ ബാക്കിയുള്ള ഓരോ പാരഗ്രാഫും നിങ്ങൾ റീഡ് ചെയ്ത് പോകട്ടോ, പിന്നെ നമുക്ക് സമയമില്ല അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയാണ് ഇദ്ദേഹം പറയുന്നത്. അതായത് നമ്മൾ സോഷ്യോളജിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ നമ്മുടെ ഒപ്പീനിയൻസ് ഒക്കെ മാറ്റി നിർത്തിയിട്ട് വേണം പഠിക്കാൻ. അല്ലാതെ നമ്മളൊരു സോഷ്യൽ ഫിനോമിനൻസിനെ കുറിച്ച് പഠിക്കുമ്പോൾ അതങ്ങനെയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഈ തിയറിയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് അങ്ങനെ തന്നെയാണെന്നൊന്നും വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അങ്ങനെ ഇരിക്കാൻ പാടില്ല. അതുപോലെ നമുക്ക് നമ്മളൊരു സൊസൈറ്റിയിൽ ഹ്യൂമൻ ബീങ് ആണല്ലോ, അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് എന്തുണ്ടാവും, ഈ സോഷ്യൽ ബയാസിസും അതുപോലെ നമുക്കൊരു ജഡ്ജ്മെന്റ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അതൊന്നും അതിൽ ഉൾപ്പെടുത്താതെ ശരിക്ക് ഒരു സയന്റിഫിക്കലി നമ്മൾ നോക്കി കണ്ടിട്ട് വേണം എന്ത് ചെയ്യാൻ, ഒരു സബ്ജക്റ്റിനെ കുറിച്ച് പഠിക്കാൻ എന്നാണ് ഇദ്ദേഹം പറയുന്നത്. നമ്മുടെ ആക്ഷൻസും ചിന്തകൾ പോലെ ഒന്നും ആവൂല. അതുപോലെ മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങൾ അതുപോലെ എടുക്കുമ്പോഴൊക്കെ അതെന്താണ്, അത് നമ്മൾ ചിന്തിക്കുന്നതിന് അതീതമാവൂല. ചിലപ്പോൾ ഒരാളൊരു പ്രവൃത്തി ആക്ഷൻ ചെയ്യുന്ന സമയത്ത് അതിന് പിന്നിൽ വേറെ എന്തെങ്കിലും ആയിരിക്കാം, നമ്മൾ ഉദ്ദേശിച്ച പോലെ ആവണമെന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇദ്ദേഹം പറയുന്നുണ്ട്. എല്ലാവരും സോഷ്യൽ സയൻസിൽ എന്ത് ചെയ്യാണ്, പഠിക്കുന്ന സമയത്ത് ഈ പറയുന്ന നമ്മുടെ ബിലീഫിനെ മാറ്റി നിർത്തിയിട്ട് വേണം എല്ലാവരും പഠിക്കാൻ, എല്ലാ സോഷ്യോളജിസ്റ്റുമാരും അങ്ങനെയാണ് വേണ്ടത്. സൊസൈറ്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ സോഷ്യൽ ബിലീഫ്സിനെ ഒക്കെ മാറ്റി നിർത്തിയിട്ട് വേണം സൊസൈറ്റിനെ പഠിക്കാൻ. അല്ലെങ്കിൽ ഒരു റിസർച്ച് ചെയ്യുമ്പോൾ അങ്ങനെ വേണം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സോഷ്യൽ ഫിനോമിനൻസിനെ കുറിച്ച് പഠിക്കുമ്പോഴും നമ്മുടെ ബയാസിസ്, നമ്മുടെ ജഡ്ജ്മെന്റ്, നമ്മുടെ പ്രഡിക്ഷൻസ്, ഈ സംഭവങ്ങളൊക്കെ നമ്മൾ നീക്കി വെക്കണം, നമ്മുടെ ബിലീഫ്സ് ഒക്കെ. എന്നിട്ട് അതിനെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇന്നത്തെ ഒക്കെ ഒരു റിസർച്ചിന്റെ രീതി പറയുകയാണെങ്കിൽ തന്നെ പറയുന്നത് എന്താണ്, പവർ എവിടെയാണ് കൂടുതൽ അവിടെയാണ് അതൊക്കെ കണ്ടക്ട് ചെയ്യുന്നതെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇപ്പം ഒരു മേഖലയെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും വളരെ ഡീപ്പായിട്ടൊന്നും തുറന്നു പറയാൻ പറ്റണില്ല, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണില്ല. അവിടെ ഒരു പവർ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ പേടിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ പറയുന്നില്ല എന്നും കൂടി ഇദ്ദേഹം പറയുന്നുണ്ട്. So thus, it's important of social scientists to be aware of the political meaning of the work. This is an explicit demand of ideological justification, as newer institutions have come about, the older one have lost their power mongering. അല്ലെ. അപ്പം ഇതിലൊക്കെ പറയുന്നുണ്ട് എന്ത്, സോഷ്യൽ സയന്റിസ്റ്റുമാരെ സംബന്ധിച്ചിടത്തോളം അല്ലേ ബ്യൂറോക്രാറ്റിക് ആയിട്ടുള്ള സ്റ്റെപ്പിലോട്ട് നമ്മൾ മാറുന്നു, അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിത്വം തന്നെ ഇല്ലാതാവുന്നുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ അപ്ലൈഡ് സോഷ്യോളജിസ്റ്റ് ആർ കൺസേൺഡ് അബൌട്ട് ഓൺലി ദാറ്റ് സ്പെസിഫിക് ക്ലയൻസ് വാണ്ട് ടു നൗ എ ഷിഫ്റ്റ് ഫ്രം പബ്ലിക് ടു സ്പെസിഫിക്. നമ്മൾ ഈ അപ്ലൈഡ് സോഷ്യോളജിസ്റ്റ്മാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ലാർജ് പോപ്പുലേഷനിൽ നിന്നുകൊണ്ട് പിന്നെ എന്ത് ചെയ്യും, സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സ്മോൾ ആയിട്ടുള്ള ഒരു കൺക്ലൂഷനിലാണ് അവസാനം നമ്മൾ എത്തുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് കൂടിയാണ് ഇദ്ദേഹം എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ഇനി പേജ് നമ്പർ 8 നമ്മൾ പറയുകയാണെങ്കിൽ മിൽസ് യൂസ് ഓഫ് ഹിസ്റ്ററി. ഹിസ്റ്ററിയുടെ ഒരു യൂസ് എന്താണെന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹിസ്റ്ററി നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് സോഷ്യോളജിയിൽ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഒരു കാസ്റ്റ് എടുക്കുകയാണെങ്കിൽ തന്നെ കാസ്റ്റിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമുക്ക് അല്ലെ കാസ്റ്റിന്റെ ഹിസ്റ്ററിയെ കുറിച്ച് നമുക്ക് അറിയണം. കാസ്റ്റിന്റെ ഹിസ്റ്ററിനെ കുറിച്ച് അറിഞ്ഞാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇപ്പൊ കാസ്റ്റിന് എത്രത്തോളം പ്രാധാന്യം ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ കുറവാണോ കൂടുതലാണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അല്ലെ. അപ്പോ ചരിത്രത്തിന് എന്തുണ്ട്, ചരിത്രം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോഷ്യോളജിയിൽ സൊസൈറ്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഹിസ്റ്ററിക്ക് വളരെ പ്രാധാന്യമുണ്ട്, ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുപോലെ തന്നെ വളരെ ഹെൽപ്ഫുൾ ആയിട്ട് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഹിസ്റ്ററി എന്ന് പറഞ്ഞാല്. അപ്പം നമ്മുടെ മിൽസ് പറയുന്നത് എങ്ങനെ സോഷ്യോളജി റിയാലിറ്റിയെ കുറിച്ച് പറയുന്നു എന്നുള്ളതാണ് പറയുന്നത്. ദെൻ നമുക്കറിയാം നെക്സ്റ്റ്, ഇൻ വാട്ട് വേ സോഷ്യോളജി ലുക്ക് അറ്റ് റിയാലിറ്റി. അതാണ് ഇപ്പൊ പറഞ്ഞു കേട്ടോ. അതായത് മിൽസ് പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ ഹ്യൂമൻ വെറൈറ്റി നിങ്ങൾ കാണുന്നുണ്ടാവും വിചാരിക്കുന്നു. അതായത് എങ്ങനെ സോഷ്യോളജി റിയാലിറ്റിയെ കുറിച്ച് പറയുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. The historical realities tell us that there is a variety of social systems and social structures, and the first and foremost task in the comparing them into keep an unbiased attitude. A sociological perspective put all societies on the same scale in terms of values and only grades them in structural terms like complexity,
ഡെമോഗ്രഫി. അതായത് ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡെമോഗ്രഫിക്കും അതുപോലെ സോഷ്യൽ സ്ട്രക്ചറിനും വാല്യൂസിനും ഒക്കെ എന്തുണ്ട്, ഇവയെല്ലാം നമുക്ക് സമൂഹത്തെക്കുറിച്ച് പഠിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഓരോ സംഭവങ്ങളും ഓരോ കോൺസെപ്റ്റുകളും സോഷ്യൽ സ്ട്രക്ചർ ആവട്ടെ, വാല്യൂസ് ആവട്ടെ, ഡെമോഗ്രഫി ആയിട്ട്, ഇതൊക്കെ നമ്മളെ എന്ത് ചെയ്യാൻ പഠിപ്പിക്കുന്നുണ്ട്, നമ്മളെ ഒരു സൊസൈറ്റിനെ മനസ്സിലാക്കാൻ ഇതെല്ലാം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതുപോലെ ഇദ്ദേഹം പറയുന്നത് സോഷ്യൽ സ്ട്രക്ചറൊക്കെ പലതരത്തിലുള്ള എന്താ പറയാ ഇൻസ്റ്റിറ്റ്യൂഷന്റെ കോമ്പിനേഷൻ ആണ് സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുപോലെ കണ്ടംപററി സോഷ്യോളജിസ്റ്റുമാര് എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നത് അല്ലെ. അപ്പം അവരൊക്കെ എന്ത് പറയുന്നുണ്ട്, ഈ ഒരു സ്റ്റേറ്റിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് ഈ ഒരു കാര്യത്തിനെ കുറിച്ച്. കാരണം ഈ സോഷ്യൽ സ്ട്രക്ചർ ആയാലും വാല്യൂസ് ആയാലും ഡെമോഗ്രഫി ആയാലും ഒക്കെ നമ്മളെ മനുഷ്യരെ സൊസൈറ്റിയിൽ എങ്ങനെ സൊസൈറ്റിനെ കുറിച്ച് പഠിക്കാം, അല്ലെങ്കിൽ സൊസൈറ്റി എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം എന്നുള്ളതും പഠിക്കുന്നുണ്ട്. അതുപോലെ ആന്ത്രപ്പോളജിക്കും എന്തുണ്ട്, നമ്മുടെ ഈ ഒരു കാര്യത്തിൽ വളരെ ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ആന്ത്രപ്പോളജി എന്ന് പറയുന്ന സബ്ജക്ട് നമുക്കറിയാം അല്ലെ, നമ്മുടെ എങ്ങനെയാണ് മനുഷ്യർ പരിണാമം ചെയ്തു വന്നത് അല്ലെ. അപ്പൊ ആ ഒരു കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്നതാണ് ആന്ത്രപ്പോളജി. അപ്പൊ ഈ ആന്ത്രപ്പോളജിക്കും എന്തുണ്ട്, ഇമ്പോർട്ടൻസ് ഉണ്ട്. അവരും ഈ സോഷ്യോളജിനെ കണക്ട് ചെയ്തിട്ടൊക്കെ പഠിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ എക്കണോമിക്സ്റ്റുമാർ അല്ലെ, ടെക്സ്റ്റിലുണ്ട്, ഈ പേജിലിട്ടോ 9ാമത്തെ പേജിലുണ്ട്. നമ്മൾ ബോമാനല്ല പറയുന്നത്, ഇതിന് മുമ്പത്തെ ആ 3 പാരഗ്രാഫിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതുപോലെ എക്കണോമിസ്റ്റുമാരൊക്കെ പറയുന്നുണ്ട്, അവർക്ക് അവരെങ്ങനെ സോഷ്യോളജിയെ ഓരോ കോൺസെപ്റ്റും എങ്ങനെ എക്കണോമിക്സ്മാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നും ഇതില് പറയുന്നുണ്ട്. ഇപ്പം അവരും ഇപ്പൊ ഈ പണമിടപാട് ആയാലും എല്ലാം ആയാലും സോഷ്യൽ അല്ലെ, സൊസൈറ്റിയിലുള്ള ഒരു സംഭവമാണ് ആ കാര്യങ്ങളൊക്കെ. അപ്പൊ അവര് പഠിക്കുമ്പോൾ ആ ഒരു വിഷയത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ഇതുകൂടി ഇതിലൊക്കെ കണക്ട് ആയി വരുന്നുണ്ട്, അതാണ് പറയുന്നത്. അതുപോലെ പൊളിറ്റിക്സിലായാലും ഒക്കെ അല്ലെ, എല്ലാ മനുഷ്യരുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള സംഭവമാണ്. അപ്പൊ ഓരോ സബ്ജക്റ്റിലും എന്തുണ്ട്, ഓരോ സബ്ജക്ട് പഠിക്കുന്ന തിയറിസ്റ്റുമാരായാലും ഒക്കെ അവര് നമ്മളെ ഈ സൊസൈറ്റിനെ കൂടി എന്ത് ചെയ്യാണ്, ആഡ് ആക്കി അല്ലെങ്കിൽ കണക്ട് ചെയ്തിട്ടാണ് പഠിക്കുന്നത്. അപ്പോഴാണ് ഒന്നും കൂടി അവർക്കൊക്കെ ഡീപ്പായിട്ട് മീനിങ് കിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അതർ ഡിസിപ്ലിൻസ് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഈ ഒരു മറ്റു വിഷയങ്ങളൊക്കെ എങ്ങനെ സോഷ്യോളജി നോക്കി കാണുന്നു എന്നുള്ളതാണ്. അതായത് കണക്ഷൻ ഉണ്ട്, പരസ്പരം കണക്ട് ചെയ്തിട്ടാണ് ഇവരൊക്കെ പഠിക്കുന്നത്. അതുപോലെ സിഗ്മണ്ട് ബുമാൻ, അദ്ദേഹം പറയുന്നത് എന്താണ്, സിഗ്മണ്ട് ബുമാൻ പറയുന്നത് വാല്യൂസും ആക്ഷൻസിനുമാണ് അദ്ദേഹം പ്രാധാന്യം കൊടുക്കുന്നത്. നമ്മൾ പറഞ്ഞു അദ്ദേഹം പവർ അല്ലെ, കീ റോളാണ് പവർ എന്ന് പറഞ്ഞു അദ്ദേഹം. അപ്പം അദ്ദേഹം പറയുന്നത് ഈ കാര്യങ്ങളൊക്കെയാണ്. ഇപ്പം ഇതിൽ പറയുന്നുണ്ട്, a person is more likely to be affected and undergo a change in values by someone having more authority, either person or institution. For example, a teacher in a school or a political institution. The more legitimacy a source of has, the greater influence is likely to have. Legitimacy is bestowed by society. അതായത് ഇദ്ദേഹം പറയുന്ന കാര്യം ഇത് തന്നെയാണ്, വാല്യൂസ് ആക്ഷൻ. ഇപ്പോൾ എക്സാമ്പിൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്, നമ്മൾ വായിച്ചു. ഒരു ടീച്ചർ അല്ലെ, ഒരു ടീച്ചർ ആവുമ്പോൾ ആ ടീച്ചർ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആവട്ടെ, അല്ലെങ്കിൽ ഒരു ടീച്ചർ ആവട്ടെ, സ്കൂൾ ടീച്ചർ ആവട്ടെ, അപ്പൊ ഇവർക്കും എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇവർക്ക് അവിടെ പവർ ഉണ്ടല്ലോ, ഈ പറയുന്ന അല്ലെ, അവർക്ക് പവർ ഉള്ളതുകൊണ്ട് തന്നെ ഇവര് പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരിൽ എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ചസ് ഉണ്ടാക്കാനും പറ്റും, മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനും പറ്റും. അപ്പൊ അതാണ് ഇതിൽ പറയുന്നത്, ഈ ലെജിറ്റിമസി ആയിട്ട് ഉള്ള കാര്യങ്ങൾ എന്ത് സൊസൈറ്റിയിൽ വളരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, വ്യക്തികളെയും സോഷ്യൽ ചേഞ്ചസിനായാലും ഒക്കെ ചേഞ്ചസ് വരുത്തുന്നുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ കൾച്ചറിൽ നിന്നൊക്കെ വരുന്ന മാറ്റങ്ങളിലെ വാല്യൂസിലൊക്കെ ഓരോ മനുഷ്യരെയും ചേഞ്ചസ് ആക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പണ്ടൊക്കെ റിലീജിയസ് പവർ ഉള്ളവരുണ്ടായിരുന്നു അല്ലെ. അപ്പോൾ പണ്ടൊക്കെ ആ ഒരു റിലീജിയസ് ബേസിൽ നിൽക്കുമ്പോൾ നമ്മളെ എന്താ പറയാ, നമ്മളെ കൺട്രോൾ ചെയ്യാനും ലിമിറ്റ് ചെയ്യാനൊക്കെ അവർക്ക് പറ്റിയിരുന്നു. അതുപോലെ നമ്മളെ ചേഞ്ച് ആക്കാൻ, ഒരുപാട് ചേഞ്ച് ആക്കാനും പറ്റിയിരുന്നു. ഇപ്പോഴും ഇല്ല എന്നല്ല, ഇപ്പോഴും ഉണ്ട്, പക്ഷെ അതിന്റെ ഒരു തോതൊക്കെ കുറച്ചൊക്കെ കുറഞ്ഞു എന്നാണ് തോന്നുന്നത്. പണ്ട് അങ്ങനെ അല്ലായിരുന്നു അല്ലെ, പണ്ട് വളരെ റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാരും അപ്പൊ നമുക്കറിയാം നമ്മളെ ഫാമിലിയിൽ തന്നെ ഉണ്ടാവും കുറച്ച് പ്രായമായ ആൾക്കാരൊക്കെ, അവരൊക്കെ റിലീജിയസ് പവറുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലും അതുപോലെ ആ ഒരു വീട്ടിലുള്ള മൊത്തം ആൾക്കാരും ഏകദേശം ഇങ്ങനെ പറഞ്ഞ് കേട്ട് കേട്ട് നമ്മൾ ആ ഒരു മെന്റാലിറ്റി ആയിപ്പോവും. അപ്പോൾ ഈ പവറിനെന്ന് പറഞ്ഞാൽ വളരെ റോൾ ഉണ്ടെന്നാണ് ഇദ്ദേഹം അതിനെയാണ് കൂടുതലായിട്ടും മെൻഷൻ ചെയ്യുന്നത്. Traditional values hold a legitimation which is time tested. Traditions have a historical context and a text. അതാണ് നമ്മളിപ്പോ ഈ പറഞ്ഞത് കേട്ടോ.
അതായത് അതോറിറ്റേറ്റീവായിട്ട് അവർക്കൊക്കെ ഭരിക്കാൻ പറ്റിയിരുന്നു നമ്മളെ. അങ്ങനെ ഭരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തിരുന്നു, അങ്ങനെ ഭരിക്കുന്ന സമയത്ത് നമ്മൾ ഇതൊക്കെ അനുസരിക്കേണ്ടി വന്നിരുന്നു. അപ്പൊ അവർക്ക് പവർ ഉള്ളതുകൊണ്ട് തന്നെ അവർ നമ്മളെ കണ്ട് ഇൻഫ്ലുവൻസ് ആക്കിയിരുന്നു. നമുക്കും സോഷ്യൽ ചേഞ്ചസ് നമ്മുടെ വാല്യൂസിലൊക്കെ മാറ്റം വരുത്താൻ അവർക്ക് പറ്റിയതാണ് പറയുന്നത്. നെക്സ്റ്റ് പേജ് 10, പേജ് നമ്പർ 10 ആണ്. ഇതിൽ പറയുന്നത് ഒബ്സർവ്, ഇന്റർപ്രറ്റ് ആൻഡ് വാലിഡേറ്റ് സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവ്. അപ്പം ദ സോഷ്യോളജിക്കൽ ഐ, ബോമാന്റെ ദ സോഷ്യോളജിക്കൽ ഐ, ഈ ബോമാന്റെ സിഗ്മണ്ട് ബോമാന്റെ സോഷ്യോളജിക്കൽ ഐ എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് ആണ് ഇനി പറയുന്നത്. The sociological eye is the propositions put forward by Bowman about developing a sense of analyzing what is going around us with a more critical and evaluative perspective. അപ്പം ഇദ്ദേഹം പറയുന്ന എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ക്രിട്ടിക്കൽ ഐസ് വെച്ചുകൊണ്ടാണ് നമ്മൾ കാണേണ്ടത്. അതായത് നമ്മൾ സെൻസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അനലൈസ് ചെയ്യേണ്ടത് ഒക്കെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഇവാലുവേഷനിലൂടെയാണ്, പെർസ്പെക്റ്റീവിലൂടെയാണെന്നാണ് പറയുന്നത്. നമ്മളിത് ജസ്റ്റ് ഒരു കാര്യത്തെ പഠിക്കുമ്പോൾ എന്താ പറയാ, ജസ്റ്റ് അതൊന്ന് എങ്ങനെങ്കിലുമൊക്കെ മതിയെന്ന് കരുതിയിട്ടല്ല നമ്മളൊരു സോഷ്യൽ ഫിനോമിനൻസിനെ കുറിച്ച് പഠിക്കേണ്ടി, അല്ലെങ്കിൽ ഒരു റിസർച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു സോഷ്യോളജിസ്റ്റ് നോക്കി കാണേണ്ടത് അങ്ങനെയല്ല. എങ്ങനെയാണ് വേണ്ടത്? ക്രിട്ടിക്കൽ ഐസിലൂടെ വെച്ച് വേണം നമ്മൾ കാണാൻ. എങ്കിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, അവിടെ സത്യം അല്ലെ കണ്ടുപിടിക്കാൻ പറ്റുന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത്. അതുപോലെ സയന്റിഫിക് ആയിട്ട് ഒരു കാര്യത്തെ കുറിച്ച് പഠിച്ചാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, ഉപകാരം ഉണ്ടാവുള്ളൂ എന്നും ഇദ്ദേഹം പറയുന്നുണ്ട്. സൊസൈറ്റിക്കും യൂസ്ഫുൾ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം, നമ്മളൊരു കാര്യത്തെ കുറിച്ച് പഠിക്കുമ്പോൾ വളരെ സയന്റിഫിക് ആയിട്ട് വേണം പഠിക്കാനെന്നാണ് ഇബോമാൻ പറയുന്നത്. ദ സോഷ്യോളജിക്കൽ ഐ എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു സംഭവം ആലോചിച്ചാൽ മതി. അതായത് നമ്മളൊരു ക്രിട്ടിക്കൽ ഐസ് വെച്ചിട്ട് വേണം സൊസൈറ്റിയിൽ സോഷ്യോളജിയെ കുറിച്ച് പഠിക്കേണ്ടത്. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വെറുതെ പഠിച്ചാൽ പോരാ, ക്രിട്ടിക്കൽ ഐസ് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ട്രൂ ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കണം അല്ലെ. അങ്ങനെയാണ് വേണ്ടത്. വളരെ സയന്റിഫിക്കലി ആയിട്ട് നമ്മൾ കണ്ടെത്തണം എന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്. നെക്സ്റ്റ് മിൽസ് പറയുന്നത് ഫിലോസഫീസ് ഓഫ് സയൻസ്. അദ്ദേഹം പറയുന്നത് ഫിലോസഫീസ് ഓഫ് സയൻസ് എന്ന് പറയുമ്പോൾ അദ്ദേഹം, നമുക്കറിയാം അല്ലെ, അദ്ദേഹം പറഞ്ഞത് എന്ത് കാര്യത്തെ കുറിച്ചായിരുന്നു, നമ്മുടെ എങ്ങനെ സൊസൈറ്റിനെ നോക്കിക്കാണുന്നു അല്ലെ, സോഷ്യൽ ഇമാജിനേഷനെ കുറിച്ചിട്ടാണ് ഇദ്ദേഹം മെയിൻ ആയിട്ടും പറഞ്ഞെന്ന് പറഞ്ഞു അല്ലെ. യൂസിങ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ഇൻ ദി വർക്ക് ആസ് അവോയ്ഡഡ് എനി റിജിഡ് പ്രൊസീജിയേഴ്സ് മെത്തേഡ് ആസ് ടു ഡു. അതായത് ഇദ്ദേഹം മെത്തേഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും അതുപോലെ തിയറി എന്ന് പറയുന്നത്, ഈ രണ്ട് കാര്യങ്ങളെയും കൂടി കണക്ട് ചെയ്തിട്ടും ഇദ്ദേഹം പറയുന്നുണ്ട്. അതായത് ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യണം. ഇദ്ദേഹം പറയുന്നത് സോഷ്യോളജിക്കൽ ഇമാജിനേഷനെ കുറിച്ച് ഇദ്ദേഹം ആദ്യം പറഞ്ഞു. അപ്പൊ അതിൽ തന്നെ ഇദ്ദേഹത്തെ കുറിച്ച് ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ച് പറയണം, മെത്തേഡും അതുപോലെ തിയറിയും. ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ ഫോളോ ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സൊസൈറ്റിയിൽ ഒരു സത്യം ട്രൂ ആയിട്ട് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. കാര്യങ്ങളെ കുറിച്ചൊക്കെ പഠിക്കണമെങ്കിൽ ഈ മെത്തേഡ്സും തിയറിയും പഠിക്കണം. അല്ലെങ്കിൽ ഇത് നമ്മുടെ സൊസൈറ്റിയിൽ ആവശ്യമാണ്. ഈ കാര്യങ്ങളെ കൂടി മുൻനിർത്തിക്കൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാന്, പഠിക്കാനെന്നാണ് ഇദ്ദേഹം പറയുന്നത്. പിന്നെ ലാസ്റ്റ് പാരഗ്രാഫ് നിങ്ങളൊന്ന് റീഡ് ചെയ്ത് നോക്കുക. പിന്നെ ഇദ്ദേഹം പറയുന്നത് ഈ ഒരു സംഭവങ്ങൾ തന്നെ, അതായത് മെത്തേഡ്സ്, ഇദ്ദേഹം പറയുന്ന ഈ ഒരു മെത്തേഡ്സ് തിയറി എന്നൊക്കെ പറയുന്നത് എന്താന്ന് വെച്ചാല്, മെത്തേഡ്സ് തിയറി ഒക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടല്ലേ. ഇന്നത്തെ സൊസൈറ്റിയിൽ ഒരു കാര്യത്തെ കുറിച്ച് പഠിക്കണമെങ്കിൽ മെത്തേഡ്സും തിയറി ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ ഇദ്ദേഹം പറയുന്നത് എന്ത്, ഹിസ്റ്ററിനെ കൂടി അതിൽ ആഡ് ചെയ്യണം. ഹിസ്റ്ററിനെ കൂടി നമ്മൾ എന്ത് ചെയ്യണം, അതിൽ ആഡ് ചെയ്യണം എന്ന് ഇദ്ദേഹം പറയുന്നുണ്ട്. അപ്പം ഹിസ്റ്ററിയെ കൂടി നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്നുകൂടി വളരെ ഡെവലപ്മെന്റ് ഉണ്ടാവും നമ്മൾ പഠിക്കുന്ന കാര്യത്തിൽ എന്നാണ് ഇദ്ദേഹം പറയുന്നത്. പിന്നെ സോഷ്യോളജിയിൽ ഇദ്ദേഹം പറഞ്ഞ തിയറിയും അതുപോലെ തന്നെ ഈ ഒരു മെത്തേഡ്സും മാത്രം വെച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ പഠിക്കാൻ പാടില്ല. കാരണം എന്താണ്, അത് മാത്രം വെച്ചുകൊണ്ടാകുമ്പോൾ ചിലപ്പോൾ ജനറൽ ആയിട്ട് നമുക്ക് ഒരു ജനറൽ ആയിട്ടൊരു ആൻസറിൽ എത്താൻ പറ്റിക്കൊള്ളുന്നില്ല. അതിനപ്പുറത്തേക്കും നമ്മൾ പഠിക്കണം. ഈ ഒരു ജസ്റ്റ് ഒരു മെത്തേഡും തിയറി മാത്രം വെച്ചുകൊണ്ടാവരുത് നമ്മളെ ഒരു പഠനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിനപ്പുറത്തേക്കും പഠിക്കണം എന്നും ഇദ്ദേഹം പറയുന്നുണ്ട്. നമുക്ക് ഈ മെത്തേഡ്സ് തിയറി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം പറയുന്നത് എന്താണ്, അതൊക്കെ നമുക്കൊരു ബേസ് ആണ്. ബേസിന് വേണ്ടിയിട്ടാണ് നമ്മളത് യൂസ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ അത് വെച്ചിട്ട് മാത്രം ആവരുത് പഠിക്കേണ്ടതാണ് പറയുന്നത്. പിന്നെ ഈ പറയുന്ന പോലെ ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്ത് അനലൈസ് ചെയ്തിട്ട് റിസൾട്ടിലോട്ടൊക്കെ എത്തി അങ്ങനെയൊക്കെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണം. ഇതൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്.
നമ്മളിപ്പോ തിയറികൾക്ക് ഇദ്ദേഹം പറയുന്നുണ്ട്, തിയറികൾക്കൊക്കെ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്ന പോലെ തന്നെ നമ്മൾ കണ്ടുപിടിക്കുന്ന ഈ വിവരശേഖരണത്തിനായാലും മറ്റും ആയാലും അതിനും നമ്മൾ എന്ത് ചെയ്യണം, ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പൊ ഇതില് മൂന്നാമത്തെ പാരഗ്രാഫ് ഇത് പറയുന്നു, when we talk of empirical verification, one has to talk fact and how to get ideas and facts put together. More important to know what it is that needs verification and how it's to be done. When compared with grand theory and abstracted empiricism, the former uses the deductive verification method, will for the later what to verify is not a serious issue. Classical researchers uses details, exposition and macroscopic conceptions by designing small empirical studies. അതായത് ഇദ്ദേഹം പറയുന്നത് വെച്ചാല് നമ്മൾ ഈ തിയറികൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന പോലെ വിവരശേഖരണത്തിന് പ്രാധാന്യം കൊടുക്കണം എന്ന് പറഞ്ഞു, ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പോൾ എന്നാൽ മാത്രമേ നല്ല രീതിയിൽ അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ക്ലാസിക്കൽ ആയിട്ടുള്ള സോഷ്യൽ സയൻസ്, അപ്പോൾ ആ ഒരു സംഭവം എന്താ പറയാ, അതിൽ വേണ്ട എന്താണ്, ചെറിയ പഠനങ്ങളല്ല വേണ്ടത്. ക്ലാസിക്കൽ സോഷ്യൽ സയൻസിലൊക്കെ വേണ്ട എന്താണ്, ചെറിയ പഠനങ്ങളല്ല, ചെറിയ ഡിഡക്റ്റീവ് മെത്തേഡ് അല്ല വേണ്ടത്. പകരം റീഫോർമേഷൻ വേണമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതായത് എപ്പോഴും നമുക്ക് ചിലപ്പോൾ ആൻസർ കിട്ടണമെന്നില്ലല്ലോ. അപ്പോ അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പഠിക്കാൻ വേണം എന്നാണ് ഇദ്ദേഹം പറയുന്നത്. പിന്നെ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ പറയുന്ന പോലെ മെത്തേഡ്സിനും തിയറിക്കും ഒക്കെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അതിനപ്പുറത്തേക്ക് ഡീപ്പായി പഠിക്കുക, സിസ്റ്റമാറ്റിക് ആയി പഠിക്കുക, റിസർച്ച് ചെയ്യുക, അങ്ങനെയൊക്കെ വേണമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ ഏകദേശം നമ്മളിത് മൊത്തം 1 യൂണിറ്റ് കവർ ചെയ്തു എന്നാണ് വിചാരിക്കുന്നത്. അപ്പോ ഇനി ലാസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ, ജസ്റ്റ് ഒന്നും കൺഫ്യൂഷൻ ആയെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കേട്ടോ. വേറെ ഒന്നുമല്ല, ഇതിലിപ്പോ നമ്മൾ മെയിൻ ആയിട്ടും പറഞ്ഞത് ഈ പറയുന്ന സി റൈറ്റ് മിൽസിന്റെ കോൺസെപ്റ്റും അതുപോലെ തന്നെ ബോമാന്റെ കോൺസെപ്റ്റും ആണ് അല്ലെ. സി റൈറ്റ് മിൽസ് പറഞ്ഞ എന്താന്ന് വെച്ചാൽ ഹിസ്റ്ററിക്കും വാല്യൂസിനും ഒക്കെ പ്രാധാന്യം കൊടുക്കുക അല്ലെ. സോഷ്യൽ ഇമാജിനേഷൻ അതുപോലെ ഹിസ്റ്ററി, ഇതിനൊക്കെ പ്രാധാന്യം കൊടുക്കുക. ബോമാൻ പറഞ്ഞ എന്താന്ന് വെച്ചാൽ പവർ, മെയിൻ ആയിട്ടും പറഞ്ഞത് പവർ ആണല്ലേ. പവർ ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും, സോഷ്യൽ ചേഞ്ചസ് ഉണ്ടാവാം, വാല്യൂസിലൊക്കെ മാറ്റം വരാം. പവറാണ് നമ്മളെ കൂടുതലായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടുപേരും ഏകദേശം പറഞ്ഞത് ഒരു കാര്യം തന്നെയാണ്. പക്ഷെ ഇദ്ദേഹം പവറിനെ കുറച്ചുകൂടി എന്ത് ചെയ്തു, ഡീപ്പായിട്ട് പറഞ്ഞു. അതുപോലെ സി റൈറ്റ് മിൽസ് ആണെങ്കിൽ ഹിസ്റ്ററിക്കും വാല്യൂസിനും, ഹിസ്റ്ററിയെ കണക്ട് ചെയ്യണം, ലിങ്ക് ചെയ്ത് പഠിക്കണം അല്ലെ. അപ്പോഴാണ് സോഷ്യൽ ചേഞ്ചസ് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റുക. അതിനെ കുറിച്ചിട്ട് നമ്മൾ ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പാടില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ പാടില്ല. ഒരു പ്രസന്റ് സർക്കംസ്റ്റൻസ് വെച്ചിട്ട് നമ്മൾ ഒരിക്കലും ഒരാളെ ജഡ്ജ് ചെയ്യാനോ പ്രെഡിക്റ്റ് ചെയ്യാനോ പാടില്ല. എന്തിനെ കുറിച്ചാലും നമ്മൾ ഹിസ്റ്ററി കൂടി എടുത്ത് നോക്കിയിട്ട് ലിങ്ക് ചെയ്ത് കണക്ട് ചെയ്തിട്ടൊക്കെ വേണം പഠിക്കാൻ എന്നാണ് നമ്മുടെ സി റൈറ്റ് മിൽസ് പറഞ്ഞത്. അപ്പം ഇതാണ് ഏകദേശം ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൽ ഉള്ളത്. ഇതിന് ക്വസ്റ്റ്യൻ ഒക്കെ വരികയാണെങ്കിൽ എന്തായാലും ഏതൊരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളത് സോഷ്യോളജിക്കൽ മെത്തേഡ്സിനെ കുറിച്ചിട്ടാണ്, റിയാലിറ്റിനെ ബേസ് ചെയ്തുകൊണ്ട്. അപ്പം അതിൽ വരികയാണെങ്കിൽ നമ്മൾ ഈ 2 സോഷ്യോളജിസ്റ്റുമാരെയും മെൻഷൻ ചെയ്തുകൊണ്ട് ഇവർ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, ഇൻക്ലൂഡഡ് ആക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടും വേണ്ടത്. നമ്മളിപ്പോ പറഞ്ഞു അല്ലെ, മെയിൻ ആയിട്ടും ഈ 2 പേരുടെ കുറച്ച് കോൺസെപ്റ്റുകളാണ് ഇതിൽ നമ്മൾ ചർച്ച ചെയ്തത്. ഇപ്പോ ഫസ്റ്റ് ചാപ്റ്ററിൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് റീഡ് ചെയ്യുക. ഈ പറയുന്ന പോലെ സോഷ്യോളജി എവരിഡേ ലൈഫിൽ എങ്ങനെയാണെന്നും അതുപോലെ കുറച്ച് കോൺസെപ്റ്റുകൾ പറഞ്ഞു അല്ലെ. സോഷ്യോളജിക്കൽ മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ ഏത് മെത്തേഡാണ് നമ്മൾ പറഞ്ഞത്, അബ്സ്ട്രാക്ട് എംപിരിസിസ് എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലെ. അപ്പം അത് എല്ലാ സബ്ജക്റ്റിലും അത് യൂസ് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു അല്ലെ. പിന്നെ സോഷ്യോളജിക്കൽ കോൺസെപ്റ്റ് നമ്മൾ പറഞ്ഞു, ഇൻ ഗ്രൂപ്പ്, ഔട്ട് ഗ്രൂപ്പ്, സോഷ്യലൈസേഷൻ, ഗ്രൂപ്പ് അല്ലെ, ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു. സ്ട്രേഞ്ചർ, അങ്ങനെ ടുഗദർ, അപ്പാർട്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ അതുപോലെ സോഷ്യോളജി ആൻഡ് അതർ ഡിസിപ്ലിൻസ്, മറ്റു അല്ലെ ഡിസിപ്ലിൻസ്, മറ്റു സബ്ജക്റ്റിലൊക്കെ എങ്ങനെ സോഷ്യോളജി റിലേറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റു സബ്ജക്റ്റുകാരൊക്കെ എങ്ങനെ സോഷ്യോളജിനെ നോക്കി കാണുന്നു എന്നുള്ളത് നമ്മൾ പറഞ്ഞു. പിന്നെ ഹിസ്റ്ററിനെ കുറിച്ചിട്ട് മിൽസ് അല്ലെ, സി റൈറ്റ് മിൽസ് ഹിസ്റ്ററിന്റെ യൂസ് പറഞ്ഞു. ഈ പറഞ്ഞ പോലെ ഹിസ്റ്ററിക്ക് വളരെ പ്രാധാന്യം ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അതുപോലെ ബോമാൻ പിന്നെ പറഞ്ഞത് വാല്യൂസും ആക്ഷൻസിനെ കുറിച്ചും പറഞ്ഞു, പവറിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ ബോമാൻ പറഞ്ഞത് എന്താണ്, സോഷ്യോളജിക്കൽ ഐസിലെ ക്രിട്ടിക്കൽ പെർസ്പെക്റ്റീവിലൂടെ വേണം നോക്കിക്കാണണം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ ഇപ്പോൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ടൊന്ന് റീഡ് ചെയ്ത് നോക്കുക. ഞാൻ ഈ പറഞ്ഞ പോയിന്റ് ഒക്കെ നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഈ എഴുതിയതും ഈ ഒരു ടെക്സ്റ്റ് ബുക്കും കൂടി കണക്ട് ചെയ്ത് പഠിക്കുക. എന്തായാലും ഈ 2 പേരുടെയും കോൺസെപ്റ്റുകൾ മറക്കരുത്. ഈ 2 പേരും പറഞ്ഞ കാര്യങ്ങളും ഇതില് ഫസ്റ്റ് ചാപ്റ്ററിൽ ഇപ്പൊ ഈ 2 പേരെ കുറിച്ചാണ് കൂടുതലായിട്ടും പറഞ്ഞത്. ഇവര് പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ അതെന്തായാലും ആരും എന്ത് ചെയ്യണ്ട, മിസ്സാക്കണ്ട. നന്നായിട്ടത് വായിക്കുക, ടെക്സ്റ്റ് ബുക്ക് വായിക്കുക.
അതുപോലെ ഇതിന്ന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഈ പറയുന്ന പോലെ ഒന്നെങ്കിൽ സി റൈറ്റബിൾസിനെ കുറിച്ചോ അല്ലെങ്കിൽ ബോമാന്റെ കൺസെപ്റ്റിനെ കുറിച്ചോ സെപ്പറേറ്റ് ചോദിക്കാം, അല്ലെങ്കിൽ രണ്ടുപേരുടെയും കൂടി കമ്പാരിറ്റീവ് ആയിട്ട് അങ്ങനെയും ചോദിക്കാം, കമ്പയർ ചെയ്തുകൊണ്ട് ചോദിക്കാം, അല്ലെങ്കിൽ റിയാലിറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് എങ്ങനെയല്ലേ സോഷ്യോളജി നോക്കി കാണുന്നു, അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ ഈ പറഞ്ഞ പോലെ നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് റീഡ് ചെയ്യാം, എല്ലാ കാര്യങ്ങളും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ച് ചോദിക്കട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.